വർഷം 1855 ഇംഗ്ലണ്ടിൽ ഒരു രാത്രിയിൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് ശേഷം രാവിലെ ആളുകൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച അവരെ നടുക്കി. മഞ്ഞിൻ മുകളിൽ വിചിത്രമായ കാൽപ്പാടുകൾ. മനുഷ്യന്റേതുപോലെയുമല്ല, മൃഗത്തിന്റേതുപോലെയുമല്ല. കുതിരക്കുളമ്പിന്റെ ആകൃതിയിലുള്ള ഒറ്റവരി കാൽപ്പാടുകൾ. അതിലും വിചിത്രമായത് ഈ പാടുകൾ മതിലുകൾ കടന്നുപോയിരുന്നു. മേൽക്കൂരകൾ മുറിച്ചു കടന്നു. നദികൾ മുറിച്ചു കടന്നു. പൂട്ടിയ തോട്ടങ്ങൾക്കുള്ളിലും ഉണ്ടായിരുന്നു. 100 മൈലിലധികം ദൂരത്തോളം ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് ആ കാൽപ്പാടുകൾ ഉണ്ടായത്? അല്ലെങ്കിൽ എന്താണത്? ഇതാണ് ദ ഡെവിൾസ് ഫുട് പ്രിന്റ്. 1855 ഫെബ്രുവരി 9 ഇംഗ്ലണ്ടിലെ ഡിവോൺ കൗണ്ടി. രാത്രിയിൽ ഉടനീളം മഞ്ഞു വീണു. പിറ്റേന്ന് രാവിലെ ഗ്രാമവാസികൾ വീടിന് പുറത്തിറങ്ങിയപ്പോൾ അവർ കണ്ടത് മഞ്ഞിൽ പതിഞ്ഞ വിചിത്രമായ കാൽപ്പാടുകൾ. ആദ്യം അത് സാധാരണ മൃഗത്തിന്റെ പാടുകളാണെന്ന് കരുതി. പക്ഷേ കൂടുതൽ പരിശോധിച്ചപ്പോൾ അവയ്ക്ക് സാധാരണ രൂപമല്ലെന്ന് വ്യക്തമായി. ഓരോ കാൽപ്പാടും ഏകദേശം 4 ഇഞ്ച് നീളം. കുതിരയുടെ കുളമ്പ് പോലുള്ള രൂപം, പക്ഷേ ഒറ്റവരിയായി മനുഷ്യൻ നടക്കുന്നത് പോലെ. ഇത് ഒരു സാധാരണ മൃഗത്തിന്റെ നടത്തമല്ല. ഏറ്റവും വലിയ ദുരൂഹത ഈ കാൽപ്പാടുകൾ സഞ്ചരിച്ച വഴി. അവ മതിലുകൾക്ക് മുകളിൽ, വീടുകളുടെ മേൽക്കൂരകൾക്ക് മുകളിൽ, വേലികൾക്കപ്പുറം, തോട്ടങ്ങൾക്കുള്ളിലൂടെ, മഞ്ഞുമൂടിയ നദികൾ പോലും നേരെ മുറിച്ചു കടന്നിരുന്നു. ഒരു സ്ഥലത്തും തിരിച്ചുപോയ പാടുകളില്ല. വാർത്ത വേഗത്തിൽ പടർന്നു. പള്ളികളിൽ ഒരേ ഒരു ചർച്ച: ഇത് പിശാചിന്റെ കാൽപ്പാടുകളാണ്. കുട്ടികൾ വീടിന് പുറത്തേക്ക് വിടാതെയായി. രാത്രിയിൽ ആളുകൾ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടു. ഡിവോൻ മുഴുവൻ ഭീതിയിലായി. പ്രാദേശിക അധികാരികളും ശാസ്ത്രജ്ഞരും സംഭവം പരിശോധിച്ചു. നിരവധി സ്ഥലങ്ങളിൽ അതേ കാൽപ്പാടുകൾ കണ്ടെത്തി. പക്ഷേ അവ ഉണ്ടാക്കിയത് ഏത് ജീവിയാണെന്ന് കണ്ടെത്താനായില്ല. കാലക്രമേണ നിരവധി തിയറികൾ ഉയർന്നു. ചിലർ പറഞ്ഞു ഇത് കങ്കാരുവിന്റെ പാടുകളാവാമെന്ന്. മറ്റു ചിലർ ബാഡ്ജറോ മുയലോ എലിയോ വ്യത്യസ്തമായി ചാടിയതാണെന്ന് പറഞ്ഞു. ചില ശാസ്ത്രജ്ഞർ ഉരുകിയ മഞ്ഞ് വീണ്ടും കട്ടിപിടിച്ച് കാൽപ്പാടുകളുടെ രൂപം മാറ്റിയതാവാമെന്ന് അഭിപ്രായം പറഞ്ഞു. എന്നാൽ ഒരു തിയറിക്കും എല്ലാ തെളിവുകളും വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. സംഭവം കഴിഞ്ഞ് പ്രാദേശിക കഥകൾ കൂടുതൽ പ്രചരിച്ചു. ഇത് പിശാച് രാത്രിയിൽ നടന്നതാണെന്ന് ചിലർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഈ സംഭവത്തിന് ദ ഡെവിൾസ് ഫുട് പ്രിന്റ് എന്ന് പേര് വന്നത്. ഇന്നും ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തമായ മർമ്മക്കഥകളിൽ ഒന്നാണിത്. ഒരു രാത്രി, ഒരു മഞ്ഞുവീഴ്ച, 100 മൈലിലധികം നീണ്ട വിചിത്രമായ കാൽപ്പാടുകൾ. അത് ആരുടേതായിരുന്നു? ഒരു അജ്ഞാത ജീവിയോ? പ്രകൃതിയിലെ വിചിത്ര കളിയോ? അല്ലെങ്കിൽ ഇന്നും വിശദീകരിക്കാൻ കഴിയാത്ത ഒരു യഥാർത്ഥ രഹസ്യമോ? 170 വർഷങ്ങൾക്ക് ശേഷവും ദ ഡെവിൾസ് ഫുട് പ്രിന്റ് ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ ചരിത്ര സംഭവങ്ങളിൽ ഒന്നായി തുടരുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നാളെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.